കൊള്ളാം, എന്തായാലും വയറ് നിറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ടല്ലോ, അതായത് ബാൻ. വാടാ. എന്റെ ചേട്ടന്മാരെ, നിങ്ങൾ എന്റെ റെസ്റ്റോറന്റ് പൂട്ടിക്കാൻ നോക്ക. ഇവൻ വല്ലാതെ ദേഷ്യപ്പെടുകയാണല്ലോടാ. വിട്ടേക്കടാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിക്കടാ, ഇവനോട് കാശ് വാങ്ങാനുണ്ടല്ലോ. നിങ്ങൾ എന്ത് വരുത്താനാടാ പറയുന്നേ? നിങ്ങളല്ലേടാ കഴിച്ചത്, അപ്പൊ നിങ്ങളല്ലേടാ കാശ് തരേണ്ടത്? എടാ, ഇത് ഞങ്ങളുടെ ഏരിയ, മനസ്സിലായോ നിനക്ക്? ഞങ്ങളുടെ ഏരിയയിൽ വന്ന് റെസ്റ്റോറന്റ് തുടങ്ങിയ നീ ഞങ്ങൾക്കല്ലേടാ കാശ് തരാനുള്ളത്. ഞാനെന്താ വട്ടനാന്ന് കരുതിയോ? ഞാൻ നിങ്ങൾക്ക് കാശ് തരണേ. ഇപ്പൊ മനസ്സിലാക്കി തരാം. അതെ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? I am banned. എന്റെ ബായ്, നിങ്ങൾ ഇവിടെ കിടന്ന് വിളയാന്ന് കേട്ടല്ലോ. ബായ്, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? കസ്റ്റമേഴ്സ് ആണ്. നീയല്ലേ പറഞ്ഞത് രണ്ടുപേര് പ്രശ്നമുണ്ടാക്കുന്നുവെന്ന്? ബായ്, ഇത് അവരല്ല. നീയല്ലേ പറഞ്ഞത് ചേട്ടന്മാരാന്ന്? ഇവന്മാരെ കണ്ട ഗുണ്ടകളെ പോലെ ഉണ്ട്. എന്റെ ബായ്, ഇന്നിവിടെ ഒരു തീം പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതാ ഒരു ഗുണ്ടകളുടെ വേഷത്തിൽ വന്നിരിക്കുന്നേ. ഞങ്ങൾ എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുന്നത്? അവരെങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവന്മാര് വന്ന ഉടനെ ഞാൻ പറയാം. പാർട്ടി എൻജോയ് ചെയ്യ്. കൗണ്ടറിൽ നിന്ന് ഡ്രസ് മേടിച്ചോ, എന്നിട്ട് ഗുണ്ടയായി മാറ്. മ്യൂസിക് തുടങ്ങിക്കോ. ഇനി അടുത്ത സോങ് നിങ്ങൾക്ക് ഏവർക്കുമായി. ശരി, പറയാം. ഈ ലോകത്തിൽ നിന്നേക്കാൾ ഭംഗിയുള്ള യുവാവ് വേറെ ആരും തന്നെ ഇല്ല. ഈ കാണുന്ന സിക്സ് പാക്കും ജിമ്മുള്ള ബോഡിയും ഇവിടെ വേറെ ആർക്കും തന്നെ ഇല്ല. സന്തോഷായോ? അയ്യോ, എനിക്ക് എന്തായി സംഭവിച്ചത്? ഞാൻ എങ്ങനെയാ ഇങ്ങനെ ആയത്? ചെളിയാ, സത്യം പറഞ്ഞാൽ ഇപ്പൊ ഗുലുമാലാണല്ലോ. തലതിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുലിവാല. അതുകൊണ്ട് നീ ഒന്നും പറയണ്ട. മിണ്ടാതെ മജീഷ്യന്റെ വീട്ടിലേക്ക് നടന്നു. എന്റെ പുറകെ വന്നാ മതി. പോപ്പട്ട്, നീ എത്ര നല്ലവനാണ്. ദൈവം നിനക്ക് നല്ലത് മാത്രമേ വരുത്തൂ. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ. എന്തുവാണ് കാണിക്കുന്നേ? ദേഷ്യപ്പെട്ടു. അടുത്ത പ്രാവശ്യം ഞാൻ വിടില്ല. സോറി. ബായ് ബായ് ബായ്, വലിയ പ്രശ്നമായി ബായ്. താൻ എന്തോടോ എപ്പോ നോക്കിയാലും പ്രശ്നമായിട്ട് വന്നോണ്ടിരിക്കുന്നത്? എന്റെ ബായ്, ഞാൻ കടലിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയായിരുന്നേ. കുറെ പേര് വന്ന് നശിപ്പിച്ചു. നിന്നോടാരാ കടലിലെ റെസ്റ്റോറന്റ് ഇടാൻ പറഞ്ഞേ? കടപ്പുറത്തിട്ടാ പോരായിരുന്നോ?
ബൈ, ഞാൻ അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തില. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നോട് പറഞ്ഞേക്ക്. എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? നീ കടലിൽ നടുക്ക് റെസ്റ്റോറന്റ് ഇട്ടതിന് പകരം കടപ്പുറത്ത് റെസ്റ്റോറന്റ് ഇട്ടിരുന്നെങ്കിൽ നിനക്ക് വേറെ പ്രശ്നമൊന്നും വരില്ലായിരുന്നല്ലോ. എടാ, ഞാൻ റെസ്റ്റോറന്റ് എവിടെ വേണമെങ്കിലും ഇവിടെ, നീ ആര് ചോദിക്കാൻ? ദേഷ്യം പിടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞോ. ഇതിൽ പറയാൻ എന്താ ഉള്ളത്? ഇവൻ കടലിലിട്ട റെസ്റ്റോറന്റ് ചിലർ നശിപ്പിച്ചു. കടപ്പുറത്തായിരുന്നെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇവനെ ഞാൻ ഒന്ന് മതിയാക്കടാ. ഇത്രയും ശ്രമിച്ചിരുന്നെങ്കിൽ നിനക്ക് റെസ്റ്റോറന്റ് മര്യാദയ്ക്ക് നടത്താമായിരുന്നു. സംശയമുണ്ടോ? ഞാൻ ശ്രമിച്ചതാ, പക്ഷെ ആ ചേട്ടന്മാര് വന്ന് കട പൂട്ടിച്ചു പോയി. നിന്റെ ഏത് വകയിലെ ചേട്ടനാ വന്നത്? വകയിലെ ചേട്ടന്മാരല്ല, ഗുണ്ടകളെയാണ് ചേട്ടന്മാരെന്ന് പറഞ്ഞത്. വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നടന്ന സംഭവം എന്താണെന്ന് തെളിച്ച് പറ. ചേട്ടനൊരു കാര്യം അറിയോ? ഞാൻ കടലിൽ ഒരു റെസ്റ്റോറന്റ് തുറന്നായിരുന്നേ. എടാ, അവൻ കടലെന്ന് പറഞ്ഞത് കടപ്പുറമാണ്. കടപ്പുറത്ത് തന്നെയാണ് അവൻ കട വെച്ചത്. ആ പറഞ്ഞത് ശരിയാ. എന്റെ റെസ്റ്റോറന്റ് അടിപൊളിയായിട്ട് പോവായിരുന്നേ. കുറച്ച് ദിവസം മുമ്പ് അവിടെ രണ്ട് ചേട്ടന്മാര് വന്നിട്ടേ എന്റെ റെസ്റ്റോറന്റ് പൂട്ടിച്ചു പോയി. അതെങ്ങനെ? അവരവിടെ വന്നപ്പോ നല്ല പാർട്ടി നടക്കായിരുന്നു. ഞങ്ങളെ അടിക്കുമെന്നോ? ഡാ, അടിക്കടാ. എന്താടാ ഇത്? നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? എങ്ങനെ കണ്ണു കാണാനാ? എല്ലാരും ഗുണ്ടകളെ പോലെ തന്നെയല്ലേ ഉള്ളത്. സോറി എന്നെ. മതിയാക്ക്. നിങ്ങൾ വാ, ഞങ്ങൾ ഏതായാലും ഒരു അടി കൂടാനുള്ള മൂടില്ല. ഞങ്ങൾ അടികൂടാനല്ല, മാപ്പ് പറയാൻ വന്നതാ. വെള്ളം. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്റെ വാട്ടർ ബോട്ടിൽ എടുക്കും നീ? ഞാൻ വേണമെങ്കിലേ വെള്ളം കുടിച്ചിട്ട് ബോട്ടിൽ അങ്ങ് തിരിച്ച് തന്നേക്കാം. സോറി. സിയമംഗളെ, എന്താ സംഭവിച്ചത്? കാറിനെ ഇങ്ങനെ മുകളിലേക്ക് എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അങ്ങേക്ക് ലിഫ്റ്റ് കയറി പോയാ പോരെ? എടാ മണ്ട, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. കാറിനകത്തേക്ക് ഒരു കാക്ക പറന്നു വന്നിരുന്നു. മാത്രമല്ല അതെന്റെ വെള്ളക്കുപ്പി എടുത്തോണ്ട് പോയി. അവനെ വെറുതെ വിടാൻ പാടില്ല. വിഷമിക്കേണ്ട അങ്കിൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെള്ളം എടുത്തോണ്ട് വരാം. എടാ മണ്ട ശിരോമണി, വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് നിനക്ക് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കൂടെടാ. അങ്കിളിന്റെ കാറിന് ടയർ ഊരി പോയിരിക്കുക. 2 ടയറിൽ വണ്ടി ഓടിച്ചു പോയാൽ സ്കൂട്ടറിൽ ട്രിപ്പിൾസ് പോവാണെന്ന് പറഞ്ഞ് പോലീസുകാർ പിടിച്ച് പെറ്റിയടിക്കും. ഞാൻ ഫോൺ ചെയ്ത് ആംബുലൻസിനെ വിളിച്ചു വരുത്താം. നമ്മൾ എന്തിനാ ഇത്ര പതുക്കെ പോകുന്നത്? ഇപ്പൊ നമ്മൾ വളരെ സ്പീഡിലാ പോകുന്നത്. ഞാൻ അയാളുടെ വീട്ട് അഡ്രസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ മാജിക്കാരന്റെ വീട്ടിലേക്ക് പോയി മാപ്പ് ചോദിക്കണം. എനിക്ക് ഹണിയെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റുന്നില്ല. എന്നാ ഞാൻ നിന്റെ വായ തുറന്നിട്ടുണ്ട്. പക്ഷേ നീ ഇനി എന്ത് പറഞ്ഞാലും തിരിച്ചേ പറയാവൂ. തല തിരിച്ച് പറയുന്ന കാര്യം നേരെയാവൂ. മനസ്സിലായോ? ആ.
സണ്ണി ഞങ്ങളെ പോകാൻ അനുവദിക്ക്, ഞങ്ങൾക്ക് തിരക്കുണ്ട്. അനുവദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡാ സണ്ണി, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുത് ഹണി. ഈ ഹണിക്ക് എന്താണ് പറ്റിയത്? മാത്രവുമല്ല അവൻ എന്ത് പറയാനാ എന്നെ? എന്തെങ്കിലും പറഞ്ഞ തല തിരിച്ച് പറയണം. എന്നോട് തലതിരിച്ച് പറയാൻ മാത്രം അവൻ അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എന്നാ പിന്നെ ഞാൻ പറയുന്നതല്ല നീ നേരിട്ട് തന്നെ കേട്ടോ സണ്ണി. ആ? നിന്റെ ബോഡിയേക്കാൾ മോശമായി ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. ആ? നീ ആരോടും പറയരുത് ഏത് ജിമ്മിലാ പോകുന്നതെന്ന്, അല്ലെങ്കിലേ ആ ജിമ്മ് അടച്ചുപൂട്ടി പോവും. എല്ലാവരും വരവേൽക്കൂ നമ്മുടെ പുതിയ CM മിസ്റ്റർ ഹണി. മാഡം വിളിക്കുന്നു. ദേ ഇപ്പൊ വരാം. കുറച്ചു നേരം മൈക്ക് പിടിച്ചോണേ, ഞാൻ ഇപ്പൊ വരാം. അടിപൊളി, ഞാൻ ഹണിയായി മാറി. വേഗം ചെല്ല്. ഹണി എന്ന് പറയാതെ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഒറ്റ വീക്ക് വെച്ചത് ഞാൻ. സംശയമുണ്ടോ? CM സാർ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഓൾ ദി ബെസ്റ്റ് ബണ്ണി. ഹണി വേഗം CM സാറിനെ വിളിക്കേ, സമയം എത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശാന്തരാകൂ, നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ എല്ലാരും രണ്ട് കാലിലും നടക്കൂ. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം, ഒരു പ്രശ്നമില്ല. രാവിലെ കിച്ചണിൽ വെണ്ണ ഒരുക്കുന്നുണ്ടായിരുന്നു, ഇപ്പതേ CM ഊരിക്കൊണ്ടിരിക്കുകയാണല്ലോ. ട്രാഫിക് അധികമായതിനാൽ റോഡ് എല്ലാം തന്നെ വലുതാക്കാൻ പോവുകയാണ്. ഇവൻ എഴുന്നേറ്റാൽ പിന്നെ ലോകത്തുള്ള ആർക്കും ഉറങ്ങേണ്ടി വരില്ല. സംശയമുണ്ടോ? വെള്ളം വരാത്തത് കൊണ്ട് പൈപ്പ് ലൈൻ എല്ലാം ഉടനെ ശരിയാക്കും. ഞാൻ എല്ലാം തന്നെ പഴയതുപോലെ മാറ്റി. പഴയതുപോലെയല്ല, പഴയതിനേക്കാളും നന്നായിട്ട് മാറ്റി. അടിപൊളി. എടാ ഇത് നമ്മളുടെ സോങ് ആണ്, വാ ഡാൻസ് കളിക്കാം. ആദ്യമായിട്ട് സോങ് വീണ്ടും ഇടാ. ഞങ്ങൾ നിന്നോട് പറയുന്നത് വരെ ഈ പാട്ട് മാറ്റരുത്. ബൈ ബൈ, അവരാണിവ. ചേട്ടാ ഒന്ന് സൈഡിലേക്ക് വന്നേ. ഞങ്ങളെ കുറിച്ച് അറിയില്ലടാ. യവന്മാര് രണ്ടുപേരെയും കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് തല്ലാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ. ബൈ, കാണാൻ ലുക്കില്ലെങ്കിലും അവന്മാര് ഭയങ്കര ഗുണ്ടകളാ. പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾ വളരെ ഡേഞ്ചറാണ്. തോത്താറാമേ, ഞാൻ കുക്കറിനെ പോലെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാൻ വിസിലടിക്കും. സംശയമുണ്ടോ? നീ അടിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അവനാണല്ലോ അടിക്കുന്നത്. ഹലോ, എന്റെ പൊന്നപ്പോ, എവനെന്തിനാണ് പോലീസുകാർ പൊക്കിയത്? അടിപൊളി. ഹണി 5 മിനിറ്റ് പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഹണിയുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടാവും. സംശയമുണ്ടോ? ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല സാർ. ഇവനെ വിട്ടേക്കൂ. എടാ വാ ഹണി, നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം. വേണ്ട മതിയാക്ക്. ഞാനിപ്പോ CM ആണ്. CM, നീ തക്കാളി വാങ്ങാൻ വേണ്ടി പോയതല്ലേ? ഇപ്പൊ CM ആയി തിരിച്ചു വന്നോ? അടിച്ചു പൊളിച്ചു തിമർത്തു. എന്റെ പൊന്നപ്പോ, യവന് CM-ന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ലല്ലോ. പിന്നെ യവൻ എങ്ങനെയാ CM ആയത്? CM-ന്റെ വണ്ടി ആക്സിഡന്റ് ആയി. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതുകൊണ്ട് ഹണി സാറിനെ CM ആക്കിയിരിക്കുകയാണ്. ഞാനാണിപ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. നിനക്ക് CM-ന്റെ അർത്ഥമെങ്കിലും അറിയാമോ? ആ, AM പകല്, PM രാത്രി, അപ്പൊ CM വൈകിട്ടാണ്. അടിച്ചു പൊളിച്ചു തിമർത്തു. ഈ സിറ്റിയുടെ കാര്യം കട്ടപ്പുക. CM ആയാൽ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ആദ്യം മാഡം തക്കാളി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞില്ലേ, ഞാൻ പോയി അത് മേടിച്ചോണ്ട് വരാം. പക്ഷെ ഇവരൊക്കെ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നേ ഇല്ല.
ഞാൻ വേണമെങ്കിൽ പോയി ടൊമാറ്റോ വാങ്ങിച്ചോണ്ട് വരാം. കമാൻഡേഴ്സിന്റെ അടുത്ത് സംസാരിക്കരുത്, അവർ ചിലപ്പോ നിന്നെ തല്ലും. നിനക്കറിയാമോ, CM സിറ്റിയിൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ പോവുകയാണ്. ശരിയാ പറഞ്ഞത്. ജനങ്ങളെ സഹായിക്കണം. നീ ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ നോക്ക്. ശരി, ഞാൻ എല്ലാരെയും സഹായിക്കാം. ഞങ്ങൾ മുൻപുണ്ടായിരുന്ന CMന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ എന്തായി? അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് വരികയാണ്. ഇനി എല്ലാവരുടെ ഹെയർ സ്റ്റൈലും റൈറ്റിലായിരിക്കണം, മനസ്സിലായോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ കിട്ടിയിരിക്കും. അടുത്ത നിയമം, നഗരത്തിലെ എല്ലാവരും ഒരു കാൽ പൊക്കി വേണം നടക്കാൻ. അങ്ങനെ ഒരു കാല് പൊക്കി പിടിച്ച യോഗ ഞാൻ കണ്ടിട്ടുണ്ട്. യോഗ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇടാ, കാല് പൊക്കി വെച്ചാൽ എങ്ങനെയാണ് നടക്കാൻ കഴിയുക? CMന്റെ കാർ ആക്സിഡന്റ് ആക്കിയത് ഇവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലേ ഈ സിറ്റിയിൽ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കാൻ കഴിയൂ. ഇനി നിങ്ങളൊക്കെ പറയൂ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രോബ്ലം എന്താണ്? എന്റെ അമ്മച്ചി, ഇവിടെയുള്ള എല്ലാരും പ്രോബ്ലത്തിലാക്കിയിട്ട് ഇവിടെ എന്ത് പ്രോബ്ലം ചോദിക്കുന്നു. ഇവ എങ്ങനെ രാഷ്ട്രീയക്കാരനായി? സാറേ, എന്റെ അപ്പൂപ്പനെ നഗരത്തിൽ നിന്ന് പുറത്തു പോണം. ഈ ട്രാഫിക് കാരണം ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കോ? അത്രേ ഉള്ളൂ. അതിനുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ടല്ലോ. നഗരത്തിലെ എല്ലാ റോഡുകളും കുത്തിപ്പൊളിക്കൂ. റോഡുകളില്ലെങ്കിൽ പിന്നെ ട്രാഫിക് ഇല്ലല്ലോ. സാറേ, 3 ദിവസമായിട്ട് ഞങ്ങളുടെ പൈപ്പിൽ വെള്ളം വരുന്നില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വെള്ളം എത്തിക്കാം. ഇതെന്റെ വാക്കാണ്. ഡാം തുറക്കൂ. ഒരു കുഴപ്പമില്ല, സ്വപ്നമാണോ തോന്നുന്നത്? വന്നാട്ടെ, നല്ലൊന്നാം തരം മാജിക് ഷോ. ഇതുപോലൊരു മാജിക് ഷോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. വന്നാട്ടെ, മാജിക് കണ്ടാട്ടെ. സൂപ്പർ മാജിക് ഷോ. എണ്ണയെ മണ്ണെണ്ണയാക്കുന്ന വിദ്യ. ഇതുപോലൊരു മാജിക് ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങോട്ട് നോക്ക്. വരൂ, നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ജീം ഭുവർ ഓം ക്രീം ഐസ്ക്രീം കുട്ടിച്ചാത്ത സ്വാഹ. ഏതു തരം മാജിക് കാണിക്കുന്നതിലും ഞാൻ വിദഗ്ധനാണ്. നിന്നെ അപ്രത്യക്ഷയാക്കാൻ പറ്റും, നിന്നെയും അപ്രത്യക്ഷനാക്കാൻ പറ്റും, പിന്നെ നിന്നെയാണെങ്കിൽ ശൂന്യതയിൽ പറപ്പിക്കാൻ പറ്റും. എന്നെ കളിയാക്കിച്ചിരിക്കുന്നു. ഇപ്പൊ പറന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് എന്റെ ജാലവിദ്യ? ഫേക്കാണ്, എല്ലാം ഫേക്കാണ്. ഒരിക്കൽ സ്റ്റേജിൽ വെച്ച് ഒരു മജീഷ്യൻ എന്നോട് പറഞ്ഞു, കണ്ണടയ്ക്കൂ, ഒരു മാജിക് കാണിച്ചു തരാമെന്ന്. അവസാനം എന്റെ മാലയം പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ബാഡ്മാൻ, നിങ്ങളിൽ ആരാണ് സ്റ്റേജിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്? ജീം ഭുവർ ഓം ക്രീം കുട്ടിച്ചാത്ത ഓം ക്രീം സ്വാഹ. എങ്ങനെയുണ്ട് എന്റെ ജാലവിദ്യ? എന്നെ ഒരു സിംഹമാക്കി മാറ്റിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മാജിക്കുകൾ എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റും. ചെറിയ മാജിക്കോ? അതെന്ത് മാജിക്കാ? പാലും ചായപ്പൊടിയും വെവ്വേറെയാണ്. ഞാൻ രണ്ടും കൂടി ചേർത്തുകൊണ്ട് ചായ ഉണ്ടാക്കുമല്ലോ. പിന്നെ ബുബുർ ബുബുർ എന്ന് പറയാറില്ല. ബാഡ്മാൻ, ഏതാണ് ഈ പമ്പരവെട്ടി? പമ്പരവിട്ടിയല്ല, ഞാൻ കഴുതയാണ്. നിങ്ങളൊരു യഥാർത്ഥ മാജിക്കാരനാണെങ്കിൽ എന്നെ ഒരു സിംഹമാക്കി മാറ്റേ. എടാ, ആവുന്നുണ്ടെങ്കിൽ നീ ഒരു ബുദ്ധിമാനാവണം. മണ്ടൻ. സിംഹം എത്രത്തോളം അപകടകാരിയാണെന്ന് അറിയോ നിനക്ക്? എന്റെ മാജിക്കിനെ സംശയിക്കുന്നു. ദാ ഇപ്പൊ കാണിച്ചുതരാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ സിംഹമായില്ലല്ലോ. അപ്പൊ തനിക്ക് പറപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇയാൾക്ക് പറപ്പിക്കാൻ മാത്രം അറിയാന്നാ തോന്നുന്നത്. സിംഹമാക്കി മാറ്റാൻ കഴിഞ്ഞില്ലല്ലോ. അതെ, വാ നമുക്ക് പോവാം. വാടാ, നമുക്ക് പോവാ. ഇവിടെ വാടാ, ഇവിടെ ഇവൻ കള്ളനാന്നാ തോന്നുന്നേ. അതെ, നിക്ക. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? മാജിക് ഇനിയും ബാക്കിയുണ്ട്. ബാറ്റ്മാൻ, നീ ഒരുത്തൻ കാരണം ഇന്ന് എന്റെ ഷോ മുഴുവൻ കുളമായി. ജീം ഭുവർ ഓം ക്രീം ഐസ്ക്രീം കുട്ടിച്ചാത്ത സ്വാഹ. ഇന്ന് മുതൽ നീ എന്ത് പറഞ്ഞാലും അതിന് വിപരീതമായി മാത്രമേ കാര്യങ്ങൾ നടക്കൂ.
വലിയളിയ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല കൊച്ചളിയ. ഒരുപാടായി മാജിക്കും കൊണ്ടോക്കെ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ എന്ത് കാര്യം ഉണ്ടായിട്ടാ മാജിക്കുകാരനെ ചലഞ്ച് ചെയ്തേ? ഞാൻ എവിടെ ചലഞ്ച് ചെയ്തു എന്നാ കൊച്ചളിയ? ഞാൻ ശരിക്കും ഒരു സിംഹമാകാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് സിംഹമായ നന്നായിരുന്നു എന്നാ. അല്ലെങ്കിൽ ഈ പൂച്ചയുടെ രൂപത്തിൽ ജീവിതം ഉന്തിത്തള്ളി നീക്കേണ്ടി വരില്ലേ? അഥവാ അയാളുടെ പ്രവചനം സത്യമായാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, ഡെയിലി ഇവൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടും. അത് സത്യമാവില്ല. അങ്ങനെയുള്ള മാജിക്കുകാരെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ഹാൻഡിൽ ചെയ്യാറാ പതിവ്. ഹലോ കുട്ടികളെ. ഇത് കൊള്ളാലോ. മാഡം ബ്യൂട്ടി പാർലറിൽ പോയി വരുന്നതാ എനിക്ക് തോന്നുന്നേ. അത്യാവശ്യം ഫ്രഷും കാണാൻ ഭംഗിയുണ്ട് ഇപ്പോ. താങ്ക് യു ഹണി. നേരത്തെ ഇവന്റെ തല മാത്രമേ തിരിഞ്ഞിരുന്നുള്ളൂ, ഇപ്പൊ ദാ മൊത്തത്തിൽ കുളവായി. മേലാകെ വൃത്തികേടായി. ഞാൻ പോയൊന്ന് കുളിച്ചിട്ട് വരാം. ബാത്റൂമിനകത്ത് വെള്ളമില്ല.